ഹലോ വെൽക്കം ടു ലൈഫ് ബഗിനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് എത്ര ദിവസമായല്ലേ. റീലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആ വീഡിയോ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ചെയ്തിരുന്നത് ആ ഒരു സംഭവം നഷ്ടപ്പെട്ടു എന്ന് വേണം ചിന്തിക്കാൻ. കുറച്ച് ദിവസങ്ങളായിട്ട് എന്തോ പറ്റുന്നുണ്ടായല്ലോ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇത് ഞങ്ങൾ നമ്മുടെ ചിമ്മിനി ഡാം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഞാനും ഡോർഫിനും കൂടെ പോയിരുന്നു. നമ്മൾ ഈ ലേഡീസ് ഓൺലി ട്രാവലിംഗ് ഒക്കെ തുടങ്ങി പിന്നെ അതിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയത് കേട്ടോ. കുറേ നാൾ കൂടിയാണ് ഇതുപോലെ തൊപ്പി പോലെ ഇരിക്കുന്ന ഒരു ഗീ റോസ്റ്റ് കിട്ടിയത് കേട്ടോ. ഗീ റോസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പിന്നെ എപ്പോഴും ഇഡലിയെ പറയാറ്, ഞാനും മാറ്റി പിടിച്ചു, എനിക്ക് ഗീ റോസ്റ്റ് മതി എന്ന് പറഞ്ഞു. അപ്പം പക്ഷേ ഈ സാധാരണ ഇങ്ങനെ നീളത്തിലുള്ള ആളാണ് കാണുന്നത്. അപ്പോൾ ഇവരിങ്ങനെ തൊപ്പി പോലെ കണ്ടു തന്നപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ഈ തൊപ്പി പോലെ ഇരിക്കുന്ന ഗീ റോസ്റ്റ് കഴിക്കാൻ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ആ സന്തോഷം എനിക്ക് തിരിച്ച് കിട്ടി. അപ്പം ഹോട്ടലിൽ നമ്മൾ കയറുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഈ സമയത്ത് കയറിയ തിരക്കൊന്നും ഇല്ലാണ്ട് ശാന്തമായിട്ടിരുന്ന് കഴിക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചിമ്മിനി ഡാമിൻ്റെ അങ്ങോട്ട് പോയി. ഞാൻ കുറേ വീഡിയോസിലൊക്കെ നമ്മുടെ ഈ ചിമ്മിനി ഡാമിൻ്റെ ലൊക്കേഷനൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. പക്ഷേ ഞങ്ങൾ ട്രാവൽ ചെയ്ത് കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് കേട്ടോ കാടൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, എന്ത് കാടെന്താ കാണാത്തതെന്നുള്ളത്. എനിക്ക് ഈ ബീച്ചിനെക്കാളുമൊക്കെ നമ്മളുടെ ഇങ്ങനെ കാടും മലകളും ഒക്കെയാണ് കേട്ടോ കാണാനായിട്ട് ഇഷ്ടം. അപ്പോൾ ഇതാ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനം. ഇത് ദൂരെ ഇങ്ങനെ മലയും, പക്ഷേ സൈഡിൽ കാണുന്ന കാടല്ല കേട്ടോ, ഒരു പ്ലാന്റേഷനാണ് കേട്ടോ, നമ്മുടെ റബ്ബർ പ്ലാന്റേഷനാണ്. പക്ഷേ എന്നാലും ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ത്രില്ലായിട്ടോ. വഴക്കിട്ടിരിക്കുന്ന ഡോക്കി വഴക്കിട്ടിരിക്കുകയാണ് ഗൈസ്. കുറേ നേരം എന്തിനാണ് വഴക്കിട്ടേക്കണേ? പറ കാര്യം പറ. കുറേ നേരം ഇങ്ങനെ വഴക്കിട്ടിരിക്കണേ, മിണ്ടുന്നില്ല കുട്ടി, മിണ്ടുന്നില്ല കുറേ നേരമായി. അത് മാത്രമല്ല ഓട്ടോ ഓടിക്കണ പോലെ ഇങ്ങനെ സ്ലോയിൽ സൈക്കിളൊക്കെ ചവിട്ടി പോണ പോലെയാണ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം പറയൂ. വഴക്കാണല്ലേ? ഉണ്ടാ വഴക്കാണ്, എനിക്ക് മനസ്സിലാവണ്ട വഴക്കല്ലേ? മയിലോ? മയില് ആണോ? അതിനോട് ഒരു മയിലുണ്ട്, അപ്പൊ വഴക്ക് മാറിയെന്ന് തോന്നുന്നു കേട്ടാ. എന്താ കാര്യം എന്നറിയാമോ അമ്മേ? വഴക്കിടാൻ കാര്യം എന്ന് പറഞ്ഞാലേ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡിൽ കയറിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു സ്ലോയിൽ ഓടിക്കൂ. നോർമൽ സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്, എന്നാലും എനിക്ക് പേടിയാണ് ഈ കൺജസ്റ്റഡ് ആയിട്ട് റോഡിൽ കൂടി ഇങ്ങനെ ബസ്സൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുന്നതൊക്കെ കാണുമ്പോഴേ. അത് പറഞ്ഞു പിന്നെ അപ്പം തുടങ്ങി സൈക്കിളിൽ ഓട്ടണ പോലെയാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കണോ. ഇപ്പം എവിടെ മയില്? എവിടെ മയില്? മയിലിനെ കണ്ടിട്ട് നമ്മൾ മയിലിനെ അന്വേഷിച്ചു പോവാണ്. ഞാൻ കാണുന്നില്ല ഒരു മയിലിനെ. ഇവിടെ കൂടെ വരാമോന്നറിയില്ല കേട്ടോ, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എവിടെ? രണ്ടെണ്ണം ഉണ്ടെന്നുണ്ട്. ഏത് പാലം? അയ്യടാ, അവിടെ ഇരിപ്പുണ്ടല്ലേ. സൂം ചെയ്ത് വെച്ചേക്കാം, ചിലപ്പോ അവിടെ എത്രയാണ് മുമ്പ് പറന്നു. എന്ത് ചെയ്യും? താനിതിനെ എങ്ങനെ കണ്ടു അവിടെ നിന്ന്? ഹായ് വലിയ പോയി, അത് പോയി നമ്മളെ കണ്ടപ്പോ അവിടെ പോയിരുന്നു. നമ്മളെ കണ്ടപ്പോഴേക്കും മയിലിൻ്റെ വഴിക്ക് പറന്നു പോയി കേട്ടോ. അതിനൊന്നും അടുത്ത് കാണാനായിട്ട് സാധിച്ചില്ല. എനിക്കങ്ങനെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ, പക്ഷെ നടന്നില്ല. പിന്നെ അതേ പോയിരുന്ന വഴിക്ക് കണ്ട വേറൊരു അരുവിയാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ വെള്ളച്ചാട്ടമല്ല, നമ്മുടെ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നത്. നല്ല രസമാണ്. പക്ഷേ ഇതിങ്ങനെ വണ്ടിയിൽ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു ഏരിയ കാണാനും നമുക്കവിടെ ഇറങ്ങാനൊക്കെ സാധിക്കും. നല്ല അവിടെ ഇറങ്ങി താഴേക്ക് ചെല്ലാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്നത് പ്ലാന്റേഷനാണ്, റബ്ബർ പ്ലാന്റേഷനാണ്, ഹാരിസൺ മലയാളത്തിൻ്റെ റബ്ബർ പ്ലാന്റേഷനാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കാണ് തോന്നുന്നു കാട് തുടങ്ങുന്നത്. കാരണം ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ അനധികൃതമായിട്ട് കടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നല്ലൊരു സ്ഥലമാണ്. നമ്മളിന്ന് ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പോകാനായിട്ട് പറ്റുന്ന ഒരു സൂപ്പർ പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളിവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ? വണ്ടിയിൽ വരുമ്പോഴേ രസമാണ് കാണാൻ. റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് വന്യജീവികൾ ഉള്ളതുകൊണ്ടല്ലേ? അപ്പൊ ഇവിടെ എന്ത് ജീവിയായിരിക്കും ഉള്ളത്? ആന ഉണ്ടാവുക. പക്ഷെ അങ്ങനെ ഒരു വനമായിട്ട് തോന്നണില്ല എനിക്ക്. നോക്കിട്ട് മൊത്തം റബ്ബർ എസ്റ്റേറ്റ് ആണ് തോന്നണേ എനിക്ക്. ഇതിനപ്പുറത്തേക്കായിരിക്കും കാടല്ലേ? ആയിരിക്കും. ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇറങ്ങണ്ട. മരത്തിന്റെ വേര് നോക്കിയേ, എന്ത് രസമല്ലേ കാണാൻ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങട്ടെ? ഇതേ മരത്തിന്റെ വേരാണത്. നോക്ക്, എന്താണ് കണ്ടോ?
ഇവിടെയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര വലിയ പേരല്ലേ? എന്താ എന്ത് മരമാണോ ഇത്? ഇത് കാട്ടിലെ കാണുന്ന ഒരു മരമാ. ഇതിന്റെ പേര് വലിയ സൈസ്. സുധാമ പറയുന്നുണ്ടായിരുന്നു. സുധാമ ഇതിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. നല്ല സൈസ് മരമല്ലേ? നല്ല മരം. ഇതാണ് നമ്മളുടെ ആ ചിമ്മിനി ഡാമിൻ്റെ ആ ഒരു എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് സൈഡിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കാം. അതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ അതേ കാണുന്ന കാടുകൾ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ആ ഒരു കാട്ടിലേക്ക് ഒരു എൻട്രി ചെയ്തൊരു ഫീല് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിന് അകത്തൊരു ഡാം ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ ഒരുപാട് ദൂരെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേട്ടാ. അതേ മുന്നിൽ തന്നെയാണ് ഇടാം. ഇവിടെ തുറന്നിട്ടുണ്ട്, വെള്ളം വരുന്നത് നമുക്ക് കാണാം. പക്ഷെ ഇതിനകത്ത് കാണാൻ പറ്റില്ലല്ലോ. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കൂട്ടാ നമുക്ക് ഇവിടെ വരെ ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ തെറിക്കണതിന്റെ ഇത് ഇങ്ങോട്ട് വരെ വരുന്നുണ്ട്, ഇങ്ങനെ പൊടി പൊടി പോലെ. നല്ല രസമല്ലേ? അല്ല ഞാൻ ക്യാമറ ഇങ്ങോട്ടോ തിരിച്ചു വെച്ചിട്ടാ പറഞ്ഞത്. അതെ, തിരക്കില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ കാണാൻ പറ്റണേ. എന്ത് രസം കാണാൻ. കാണിച്ചു കേട്ടോ. എങ്ങോട്ട്? അങ്ങോട്ട് പോട്ടാ. എന്താണ് ഭംഗി നോക്ക്. സൂപ്പറല്ലേ? എന്ത് ഫോഴ്സിലാണ് വരുന്നത് അല്ലേ? എന്ത് ഫോഴ്സ് ആണല്ലേ? ഇതിലേ പോവാ. ശരിക്കും ഞങ്ങക്ക് നല്ല ഭാഗ്യമുണ്ട് കേട്ടാ ഇങ്ങനെ കാണാൻ പറ്റണത്. എപ്പോഴും തുറക്കണ സംഭവമല്ലല്ലോ അല്ലേ? അത് സത്യം പറഞ്ഞ എനിക്ക് പേടിയാണ്. പോലെ ഞാൻ വരൂല ഇനി. നമുക്ക് ഡാമൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിഷ്വൽ കിട്ടിയാൽ അടിപൊളിയായിരിക്കും അല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയത് ഭാഗ്യമായിട്ടോ. കുറേ ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷ്വൽ കാണുന്നത്. ഭയങ്കര രസമായിരുന്നു അവിടെ നിൽക്കാനും ഫോട്ടോ എടുക്കാനും. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ക് കിട്ടി. നമ്മളത് കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടി നമ്മൾ ഡാമിന്റെ മേളിൽ പോകാൻ പറ്റും. അങ്ങനെയല്ലേ? ഡാമിന്റെ മേളിൽ പോവല്ലേ? ഡാമിന്റെ മേളിൽ പോകാൻ പോവാം. സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ കാണാം. ഇവിടെ ചെന്നപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ കിട്ടിയത് കേട്ടോ. അതിൻ്റെ മേളിൽ കൂടി നമുക്ക് നടക്കാവുന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ അടച്ചിട്ടേക്കുവാണ്, കുറച്ച് നാളായിട്ട് അടച്ചിട്ടേക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ സൈഡിൽ നമുക്ക് അവിടെ നിന്ന് കാണാനൊക്കെ പറ്റുന്ന രീതിയിൽ അവരുടെ വ്യൂ പോയിന്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര വ്യൂ ആണ്, അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഞങ്ങൾക്ക് വീട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും തന്നെ ഇല്ല, വിസിറ്റേഴ്സൊന്നും ഇല്ല. ഇട ദിവസമാണല്ലോ നമ്മൾ പോയത്, വീക്കെൻഡൊന്നും അല്ല. പിന്നെ രാവിലെ തന്നെ നമ്മളവിടെ ചെന്നു. അപ്പോൾ ആരും തന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അത് ഞങ്ങൾക്ക് നല്ല ലക്കായി. കാരണം ഭയങ്കര ശാന്തമായിട്ട് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കാണാനും ഒക്കെ പറ്റി കേട്ടോ. പിന്നെ താഴേക്ക് പോകാനോ വെള്ളത്തിൽ ഇറങ്ങാനോ ഒന്നും പാടില്ല എന്നുള്ളത് അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ പാലിക്കുക. അതാ ഇവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് കാണാം. ഭയങ്കര രസമാണത് കാണാൻ. പിന്നെ അതിൻ്റെ മുകളിൽ സെക്യൂരിറ്റിക്ക് സാധാരണ ഇരിക്കാറുള്ളൊരു ക്യാബിനാണെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ കയറിയാലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് സൂപ്പർ. കാരണം ഡോൾഫിൻ അതിൻ്റെ മുകളിൽ കയറി നോക്കിയായിരുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല വ്യൂ എന്നാണ് പറഞ്ഞത്. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഡാമിലധികം വെള്ളമൊന്നും ഇല്ല, എന്നാലും അത് ആ ഒരു ഷട്ടർ തുറന്നിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ദൂരെയൊക്കെ ഇങ്ങനെ ചെറിയൊരു ദ്വീപ് പോലെയൊക്കെ. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു. നമ്മളൊരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി കേട്ടോ. താഴേക്ക് ഇറങ്ങുമ്പോഴും അധികം വിസിറ്റേഴ്സോ അങ്ങനെ ആരും ടൂറിസ്റ്റുകളാരും അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ കാടിൻ്റെ ഇതൊക്കെ ആസ്വദിച്ചിങ്ങനെ പോരാൻ പറ്റും. താഴെ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വിസിറ്റേഴ്സൊക്കെ വന്നു. ഒന്ന് രണ്ട് എനിക്ക് തോന്നുന്നു ഒരു കോളേജിൽ നിന്നും പിന്നെ നമ്മുടെ ഉല്ലാസയാത്രയോ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്നു. പിന്നെ ഇതാ ഇവിടെ അവിടെ ഒരു കൗണ്ടറിൽ നമുക്കിങ്ങനെ നീലാംബരി പിന്നെ അവർ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് ദന്തപാല, അങ്ങനെ ഓയിൽസ്, ഷാംപൂ അതൊക്കെ അവർ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട ഈ ഒരു കൗണ്ടറിൽ നമുക്ക് അവിടെ കിട്ടും കേട്ടോ. പിന്നെ അവിടെ വെള്ളമുണ്ട്, സ്നാക്സ് ഉണ്ട്, നമ്മൾ ഊണൊക്കെ നേരത്തെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ഇങ്ങനെ ബോട്ടിംഗ് ഉണ്ടല്ലോ, കൊട്ടവഞ്ചി ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു. കൊട്ടവഞ്ചിയിലൊരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫാമിലി മാത്രമേ കൊട്ടവഞ്ചിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് നമ്മൾ കൊട്ടവഞ്ചി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോഴേ ഒരു ക്യാപ്പോ എന്തെങ്കിലും സാധനമൊക്കെ വേണം. കാരണം നല്ല വെയിലുണ്ട്. ഇവിടെ മാത്രമാണ് വെയിലില്ലാത്തത്. വെള്ളത്തിൻ്റെ അവിടെ നല്ല വെയിലാണ്. അപ്പോൾ അവർ ആ വെയിലത്താണ് ആ ഒരു കൊട്ടവഞ്ചി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു കേട്ടോ. പക്ഷെ എനിക്കൊന്നും അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫാമിലി പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള വ്ളോഗേഴ്സാണ് ഞങ്ങളെ ചതിക്കുന്നത്, ഇവിടെ വന്നിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ഇടുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവർക്ക് ശരിക്കും മടുത്തെന്ന് തോന്നുന്നു. ആ ഒരു നല്ല ചൂടല്ലേ, നല്ല ചൂടും വെയിലത്തും അവർ കഷ്ടപ്പെട്ടു പോയി. പിള്ളേരെ കൊണ്ട് വന്നതായിരുന്നു.
പക്ഷേ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു സ്ഥലമാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള സന്തോഷത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ട്രിപ്പ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ട്രെക്കിംഗ് വെക്കുന്നുണ്ട്. ഇവിടുത്തെ ട്രെക്കിംഗ് അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ. അപ്പം നമ്മളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ച് പോകുന്നു. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.